അവന്തികെ, നീ ആവശ്യമില്ലാത്തതൊന്നും ചെയ്യരുത്. ഇത് നമ്മൾ മുൻപ് പ്ലാൻ ചെയ്തതുപോലൊന്നും അല്ല. നീ കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്യരുത്. നീ എന്നെ അങ്ങനെ വില കുറച്ച് കാണരുത്. അവന്തിക എന്തെങ്കിലും ടാർഗറ്റ് ചെയ്താ അതിന്റെ മാക്സിമം ആയിരിക്കും. നാളെ നിന്റെ നെല്ലിശ്ശേരിയിലേക്കുള്ള പടികേറ്റവും ആ കുഞ്ഞുങ്ങളുടെ അന്ത്യവും രണ്ടും നടന്നിരിക്കും. രാജേന്ദ്ര, നാളെ സമയത്തിന് മുമ്പ് ഇങ്ങ് എത്തില്ലേ? ഇല്ല ഇല്ല, ചടങ്ങിന് എല്ലാവരും ഉണ്ടാവും. പിന്നെ വൈഫിനോടും കൂടി കാര്യങ്ങൾ പറഞ്ഞേക്കണേ. ഓ ശരി ശരി. സന്തോഷങ്ങളുടെ അച്ഛൻ ഈ നാട് മുഴുവൻ വിളിക്കുന്ന ലക്ഷണമാണല്ലോ. എന്റെ സന്തോഷം ചെറുതല്ല മോളെ, വലുതാ, വളരെ വലുത്. അതിൽ പ്രധാനപ്പെട്ടത് എന്താണെന്നറിയാവോ? ആ മോള് നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാ. അതാ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ വേറൊരു സന്തോഷം കൂടിയുണ്ട്. അതെന്താ അച്ഛാ? സ്നേഹയും ധനുഷും ചോറൂണിന് വരാമെന്ന് പറഞ്ഞതാ രണ്ടാമത്തെ സന്തോഷം. നീ ഉള്ളതുകൊണ്ടാ മോളെ ഇതെല്ലാം നടന്നത്. സത്യം പറഞ്ഞാ നീയാ ഇപ്പൊ ഈ വീടിന്റെ നട്ടെല്ല്. അച്ഛൻ അങ്ങനെ പറയുന്നതിൽ ഒരു മരുമകൾ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഇതൊന്നും എൻ്റെ മിടുക്കൊണ്ടല്ല, അച്ഛൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത്. എനിക്കെൻ്റെ സ്വന്തം അച്ഛൻ തരുന്ന പോലെയുള്ള സ്നേഹം ഈ അച്ഛനും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര സന്തോഷത്തോടെ എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. ഞാനൊന്ന് അടുക്കളയിലേക്ക് ചെല്ലട്ടെ, മോക്കുള്ള പാല് ചൂടാക്കാനുണ്ട്. മോള് ചെല്ല്. അച്ഛാ, നാളെ നീ വേണം എല്ലാത്തിനും മുന്നിൽ നിൽക്കാൻ. നീയാ ഇവിടുത്തെ മൂത്ത മരുമോള്. അത് പിന്നെ എനിക്കറിയില്ല അച്ഛാ. നാളെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര പേര് വന്നാലും അവർക്കൊക്കെ കൊടുക്കാനുള്ള ആഹാരവും ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ജോലിക്കാരൊക്കെ രാവിലെ തന്നെ എത്തും. ഫുഡൊക്കെ നല്ലതായിരിക്കുമല്ലോ അല്ലേ? അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. ഞാൻ അതിനുള്ള ആൾക്കാരൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതൊക്കെ മോളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. ശരി മോളെ, ഞാൻ അച്ഛൻ പോയി കിടക്കട്ടെ. ശരി അച്ഛാ. മേരി, എന്താ മാഡം, പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, ഒരു മാറ്റവും ഇല്ല. പറഞ്ഞ സമയത്ത് രാവിലെ വന്നിരിക്കണം. നാളെ പാചകത്തിന് വരുന്നവരുടെ കൂടെ നീ വന്നാൽ മതി. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ വന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അവര് വരുമ്പോ അവരുടെ കൂടെ അകത്തേക്ക് വരാം. അത് മതി. മാഡം ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു. അതല്ല മേരി, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ആരും ഒന്നും അറിയാതെ ആ 2 കുഞ്ഞുങ്ങളും തീർത്ത് കിട്ടണം എനിക്ക്. മാഡത്തിന്റെ ആഗ്രഹം പോലെ
ഞാൻ അതിനെ രണ്ടിനെയും തീർത്തു തരാം. എനിക്കിതിൻ്റെ ആ ഉറപ്പ് മതി. ഓക്കെ മാഡം. ശരി മേരി, അപ്പോൾ രാവിലെ കാണാം. ഓട്ടോ മേരി, അവളെപ്പോലൊരു ക്രിമിനൽ ഈ നാട്ടിൽ വേറെ കാണില്ല. അവളുടെ കൈകൊണ്ട് തീരാനാ ആ 2 കുഞ്ഞുങ്ങളുടെയും വിധി. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ എപ്പോ എത്തും? നീ അവരെ വിളിച്ചായിരുന്നോ? അവരൊക്കെ അവിടുന്ന് എപ്പോഴേ ഇറങ്ങി. ഇപ്പൊ എങ്ങെത്തും. മോളെ അതിരെ ആ ദേ അമ്മ എത്തിയല്ലോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ അമ്മേ? മാവേ അച്ഛൻ വന്ന പാടെ അച്ഛന്റെ പുറകിലോട്ട് പോയി. അതല്ലെങ്കിലും പണ്ടേ അങ്ങനെയാണല്ലോ. ഓ ചേച്ചി മുഖം കാണിച്ചു കഴിഞ്ഞിട്ടേ അച്ഛൻ എന്റെ അടുത്തേക്ക് വരും. ഓ അയ്യേ, നിനക്ക് ഇത്രയ്ക്ക് കുശുമ്പുണ്ടായിരുന്നോ? ചുമ്മാ കുശുമ്പൊന്നുമല്ല. അച്ഛൻ എപ്പോഴും സ്നേഹം കൂടുതല് അച്ഛ ചേച്ചിയോട് തന്നെയാ. ഓ ഇങ്ങ് വരട്ടെ, ഞാനിന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇവള് വെറുതെ പറയുന്ന സന്ദീപേ. അച്ഛൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ദേ അച്ഛൻ കേക്കണ്ട, നിന്നെ ശരിയാക്കി കളയും. ആ അല്ല, അമ്മ വരുന്നുണ്ടോ ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക്? ഇല്ല മക്കളെ, നിങ്ങളെ പോയിട്ട് വാ. ആ, ഇന്നലെ രാത്രി അമ്മ മൂകാംബികയിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന ആ മാല അത് ആരുടെയിലാ കൊടുത്തേ? ആ അത് അച്ഛന്റെ കൈ കൊടുത്തിട്ടുണ്ടല്ലോ. ഓ അവളത് പൂജാമുറി വെച്ചിട്ടുണ്ടാവും. ആ. പൂജിക്കാൻ കൊണ്ടു കൊടുത്തപ്പം ഓ ആവടിമുള്ള കാര്യം ഞങ്ങളങ്ങ് മറന്നുപോയി. അതിന്റെ പേരിൽ ഇന്നലെ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. എന്നാ പിന്നെ ഇതിലൊരെണ്ണം അവക്ക് കൊടുത്താ പോരായിരുന്നോ? അതെങ്ങനെയാടി? ആ ലോക്കറ്റ് 2 പിള്ളേർക്ക് വേണ്ടി പൂജിച്ചതല്ലേ. ഓ അവളുടെ പേരുനാളും കൊടുത്ത് വേറൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഉം. ആ, അമ്മേ ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. ഉം? ഉം. അമ്മ അടുക്കളയിലേക്ക് ചെല്ലേ. ഓ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം. പുതിയതോ ജോലിക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്താവോ എന്തോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയിട്ട് വാ. പോട്ടെ മോളൂ. വാ പോ. മോൾ എങ്ങോട്ട് പോവുക? അമ്പലത്തിൽ പോവുകയാണോ? നോക്കുമോളെ, ഇവളുടെ ചിരി കണ്ടോ? അവളെപ്പോഴും ഇങ്ങനെയാ, എല്ലാവരെയും ചിരിച്ചു മയക്കാന്നാ ഇവളുടെ വിചാരം. കുഞ്ഞുനാളിൽ നീയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ആരും ഒന്നെടുത്താലും കരയില്ല, ചിരിച്ചുകൊണ്ടേയിരിക്കും. അത് പിന്നെ പെൺകുട്ടികൾക്ക് അമ്മമാരുടെ സ്വഭാവമല്ലേ കിട്ടൂ. ആഹാ. അതെങ്ങനെ പറയാൻ പറ്റും? പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ അച്ഛന്മാരോടാ. തന്റെ കാര്യം തന്നെ നോക്ക്. തനിക്ക് തന്റെ അമ്മയെക്കാൾ ഇഷ്ടം കൂടുതൽ അച്ഛനോടല്ലേ? ആര് പറഞ്ഞു? ആഹാ. അയ്യടാ, ഒരു കണ്ടുപിടുത്തായിട്ട് വന്നിരിക്കുന്നു. എന്താ ശരിയല്ലേ? മോൻ പറഞ്ഞതാ ശരി. ആ കണ്ടോ, പെൺകുട്ടികളുടെ ഇഷ്ടത്തിനും താളത്തിനും അനുസരിച്ച് നിൽക്കുന്നത് അച്ഛന്മാർ തന്നെയാ. പെൺമക്കളെ സ്നേഹിക്കുമ്പോ അമ്മമാരുടെ കയ്യിൽ എപ്പോഴും ഒരു വടിയുണ്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ ഓടി വന്ന് നിൽക്കുന്നത് അച്ഛന്റെ സ്നേഹത്തിന്റെ തണലില്ല. ഇത് കൊള്ളാലോ, അമ്മായിയച്ഛനും മരുമോനും കൂടി അങ്ങ് ഒത്തുചേർന്നല്ലോ. എന്റെ മോളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം. പിന്നെ എന്ന് പറഞ്ഞ ഒരുപാട് കുഞ്ഞുങ്ങളെ വളർത്തി പരിചയമുള്ളതല്ലേ. അങ്ങനെ പരിചയമൊന്നും വേണ്ട. എന്നെ വളർത്തുമ്പോ എത്ര മക്കളെ വളർത്തി പരിചയം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും? ആ അത് കറക്റ്റ്. ഏത് കറക്റ്റ്? ആ അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുക സച്ചേട്ടാ. ഇവളെ വളർത്താൻ എനിക്ക് ഒരു വടിയെടുക്കേണ്ട കാര്യമില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. ഇതേ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി കുഞ്ഞാ, അല്ലാതെ നിന്റെ കുഞ്ഞെന്ന് മാത്രം പറയല്ലേ മോളെ. ആ കേട്ടോ, നീ നോക്കിക്കോ, വളർന്നു വരുമ്പോ ഇവൾ അച്ഛന്റെ മോള് തന്നെയായിരിക്കും. അതിലെന്താ സംശയം? വളരുമ്പോ മാത്രമല്ല, ഇപ്പോഴും ഇവൾ എന്റെ മോള് തന്നെയാ. അതെ, ഇങ്ങനെ സംസാരിച്ചു തന്നാ മതിയോ? അമ്പലത്തിൽ പോണ്ടേ? ആ ആ
പോകുന്നതൊക്കെ കൊള്ളാം. ചടങ്ങിന് മുമ്പേ എത്തണം, അത് ഓർമ്മ വേണം. ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് ഇങ്ങെത്താം. ആ എന്നാ പിന്നെ ഇറങ്ങാം. ആ അച്ഛാ കുഞ്ഞിനിങ്ങത്താ, ഞാൻ എടുത്തോളാം. ഓ ഓ ഓ ഓ, എന്താണ് എന്താണ് മോളെ? ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ, നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? മോൻ ശരിക്കും ഇപ്പൊ ഒരു അച്ഛനായി. മോളെ മോളിവിടെ എന്തെടുക്കായിരുന്നു? ഞാൻ വെറുതെ. മനസ്സിലായി, ആ മാല നോക്കുമായിരുന്നു അല്ലേ? ആവണിമോളെ, ഇതുപോലെ വേറൊരു മാല മോൾക്ക് കൊണ്ടുതരാമെന്ന് അച്ഛൻ പറഞ്ഞതല്ലേ? പിന്നെന്തിനാ മോള് വിഷമിക്കുന്നത്? സാരല്ല മാഷെ, കുട്ടികളല്ലേ. ഒരു കാര്യം ആഗ്രഹിച്ചു പോയാൽ പിന്നെ എപ്പോഴും മനസ്സിൽ അത് തന്നെയായിരിക്കും വിചാരം. വാ മോളെ. ചേട്ടാ, ആ പ്ലേറ്റും പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകണം. എല്ലാത്തിലും നല്ല പൊടിയുണ്ട്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നീ അകത്തെ കാര്യം നോക്കിയാൽ മതി. ഓ മേരി, പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ആദ്യമായിട്ടല്ലല്ലോ മാഡം ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. ഇതുവരെ ഏറ്റതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്തു തന്നിട്ടില്ലേ? പിന്നെ മാഡത്തിന് എന്തൊരു സംശയം? ആ പായസത്തിൽ വേണം നീ വിഷം ചേർക്കാൻ. അല്ലെങ്കിലും വിഷം ചേർക്കാൻ പറ്റിയത് പായസം തന്നെയാ. സാധനം എവിടെ? അതൊക്കെ എൻ്റെ ഭദ്രമായിട്ടുണ്ട്. സമയമാകുമ്പോൾ ഞാൻ നിന്നെ ഏൽപ്പിക്കാം. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് അധികാരം ശ്രദ്ധിക്കണ്ട. ഞാൻ പിന്നെ വരാം. ശരി മാഡം.
നിങ്ങള് സർപ്പക്കാവിലെ തൊഴുന്നില്ലേ? ആ തൊഴുതല്ലോ. ആണോ? അല്ല, എന്തായി തന്ത്രിയോട് സംസാരിച്ചോ? ആ സംസാരിച്ചു. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇവരുടെ പേരിൽ വഴിപാടുകളൊന്നും നടത്തണ്ടെന്നാ അദ്ദേഹം പറഞ്ഞത്. അതെന്താ അങ്ങനെ? 1 വയസ്സ് കഴിഞ്ഞിട്ട് മതി കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും നടത്തുന്നേന്നാ അദ്ദേഹം പറഞ്ഞത്. അപ്പോ ജാതകത്തിന്റെ കാര്യോ? അതൊക്കെ സമയമാകുമ്പോ അദ്ദേഹം ചെയ്തുതരാൻ നേരിട്ടുണ്ട്. ആഹാ, എല്ലാരും തൊഴുതു കഴിഞ്ഞോ? ആ, ഇപ്പൊ തൊഴുതിറങ്ങിയതേ ഉള്ളൂ. ഇന്നല്ലേ ഇവരുടെ ചോറൂണ് ചടങ്ങ്? അതെ, ചടങ്ങിന് മുമ്പ് ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാ. ആയിക്കോട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി എന്നാ. സച്ചിട്ട ദാ. ഓ ഓ ഓ ഓഹോ വാ വാ വാ. ഓ ഓ ഓ ഓ അർച്ചന, താന്താ കയറാത്തെ? ഒന്നുമില്ല, ഇവിടെ ആരോ പോയതുപോലെ തോന്നുന്നു. എന്താ, എന്തു പറ്റി? ചേച്ചി അവിടെ ആരെയോ കണ്ടെന്ന്. ആരെ? എനിക്ക് നമ്മുടെ ഡ്രൈവർ ശിവരാമനെ പോലെ തോന്നി. എന്നിട്ട് എവിടെ? കാണാനില്ലല്ലോ. ചേച്ചിക്ക് തോന്നിയതായിരിക്കും. ഇവിടെ ഒന്നും ആരുമില്ല. എനിക്ക് തോന്നിയതായിരിക്കും. ശിവരാമൻ വന്ന എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്നുള്ള ഭയം തൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനി ആര് വന്നാലും നമ്മൾ ഈ കുഞ്ഞിനെ ആർക്കും തിരിച്ചു കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. നിയമപരമായി തന്നെ നമ്മളിവളെ അഡോപ്റ്റ് ചെയ്തതാണ്. ഇവള് നമ്മുടെ മകളാണ്. വാ പോവാ. അപ്പോൾ ഇന്നാണ് എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ്. എനിക്കും ആ ചടങ്ങൊന്ന് കാണണം. എത്രയായി? 50. ഞാൻ വൈകിയില്ലല്ലോ അല്ലേ? ഇല്ല, ഞാൻ തിരുമേനി കാത്തിരിക്കുകയായിരുന്നു. അകത്തോട്ട് വരൂ. വരൂ. ആ വന്നോളൂ. എവിടെയാ പൂജാമുറി? തിരുമേനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാവാം ബാക്കി കാര്യങ്ങളൊക്കെ. ഏയ്, നമുക്കൊന്നും വേണ്ട. മാഷ് പൂജാമുറി കാണിച്ചു തരൂ. അല്ല, ചടങ്ങ് തുറന്നതിന് മുമ്പ് കുറച്ച് കർമ്മങ്ങളൊക്കെ ഉണ്ട്. തിരുമേനി വരൂ, കാണിച്ചു തരാം. വരൂ. നീ എന്താ ബാഗിനകത്ത് വെച്ചത്? ഒന്നുമില്ല. അച്ഛമ്മ നോക്കട്ടെ. അത് വേണ്ട, ഇത് വേറൊരു കാര്യം അച്ഛമ്മ. ഓഹോ, അത്രയ്ക്ക് സീക്രട്ട് ആണോ? അച്ഛമ്മ കാണാൻ പാടില്ലാത്ത അത്ര രഹസ്യ. ഇത് ഞാൻ അച്ഛമ്മ പിന്നെ കാണിച്ചു തരാം. ഞാനറിയാതെ ഇത് അച്ഛമ്മ തുറന്നു നോക്കല്ലേ. ഇല്ല, അച്ഛമ്മ അത് നോക്കുന്നേ ഇല്ല.
വാ അവിടെ പൂജ തുടങ്ങാൻ സമയേ. അമ്പലത്തിൽ പോയിട്ട് അവരാരും വന്നില്ലേ? ഓ അവരൊക്കെ ഇപ്പൊ വന്നോളും. നീ ഇങ്ങോട്ട് വന്നേ. വാ